من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسولك سيد الأفضل المرسلين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ, മറ്റു സഹപ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങൾ ഉൾക്കൊള്ളുന്ന റിയാദുസ് സ്വാലിഹീൻ എന്ന മഹത് ഗ്രന്ഥമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. മഹാനായിരിക്കുന്ന ഇമാം നബവി റളിയല്ലാഹു അൻഹു രചിച്ച റിയാദുസ് സ്വാലിഹീൻ എന്ന മഹത് ഗ്രന്ഥം ഹദീസ് ഗ്രന്ഥങ്ങളിലെ പ്രബലമായിരിക്കുന്ന ഒരു ഗ്രന്ഥം തന്നെയാണ്. ആ ഗ്രന്ഥമാണ് കഴിഞ്ഞ 10 ദിവസങ്ങളിലായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് അതിന്റെ 11ാമത് ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഇതൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ദീനീ വിജ്ഞാനം പകരാനുള്ള ഒരു തുടക്കമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഇത് സ്വീകരിക്കുമാറാകട്ടെ. ദീനിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ. ഞാനും നിങ്ങളും ദീനിനെ കുറിച്ച് മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കാൻ, നമ്മളറിഞ്ഞത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അതിലൂടെ അള്ളാഹുവിന്റെ വിജയം കരസ്ഥമാക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് നേരെ നമ്മുടെ ഹദീസ് ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അധ്യായം 21ാമത്തെ അധ്യായമാണ് നമ്മൾ ഇനി പറയാനുള്ളത്. ഭക്തിക്കും സൽക്കർമ്മത്തിനും സഹായിക്കണം, അതിന് പരസ്പരം ഭക്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതിനെ കുറിച്ച് പറയുന്ന ഭാഗം. അള്ളാഹു പറയുന്നു, നിങ്ങൾ ഗുണത്തിനും ഭയഭക്തിക്കും പരസ്പരം സഹായിക്കുവിൻ. മാഇദ സൂറത്ത് 2ാമത്തെ ആയത്ത്. അസ്ർ നിസ്കാരം തന്നെ സത്യം. സത്യത്തിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും പരസ്പരം വസിയത്ത് ചെയ്യുകയും ചെയ്തവരൊഴികെ എല്ലാ മനുഷ്യരും നഷ്ടത്തിലാണ്. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഖുർആൻ ഓതിയിരുന്നല്ലോ. കാലം തന്നെ സത്യം, അസർ തന്നെ സത്യം, അസർ സമയത്ത് തന്നെ സത്യം. സത്യത്തിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും പരസ്പരം വസിയത്ത് ചെയ്യുകയും ചെയ്തവരൊഴികെ എല്ലാ മനുഷ്യരും നഷ്ടത്തിലാണ്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഹക്ക് പറഞ്ഞു കൊടുക്കല്, പരസ്പരം ഗുണം പറഞ്ഞു കൊടുക്കല്, സത്യം പറഞ്ഞു കൊടുക്കല്, പ്രചരണം നടത്തലും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അത് ചെയ്യാത്തവരുണ്ടല്ലോ, അത് ചെയ്യാത്ത എല്ലാ ആളുകളും നഷ്ടത്തിൽപ്പെട്ടവരാണെന്ന്. അധികം പേരും ഈ സൂറത്തിന്റെ സാരം ചിന്തിക്കുന്നത് അശ്രദ്ധരാണെന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ചിന്തിക്കുക. ഈ സൂറത്ത് വളരെ പ്രധാനപ്പെട്ട സൂറത്താണ്. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൂ ബിൽ ഹഖ് വതവാസൂ ബിസ്സബ്ർ. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇവിടെ എഴുതിയിരിക്കുന്ന അസ്ർ നമസ്കാരം തന്നെയാണ് സത്യം. അസ്ർ നമസ്കാരമായാലും കാലമായാലും കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൂ ബിൽ ഹഖ് വതവാസൂ ബിസ്സബ്ർ. മനുഷ്യരെല്ലാം തീരാ നഷ്ടത്തിലാണ്. ആരോഗ്യ സത്യത്തിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും പരസ്പരം വസിയത്ത് ചെയ്യുകയും ചെയ്തവരൊഴികെ. വിശ്വസിച്ചാൽ മാത്രം പോരാ,
സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ മാത്രം പോരാ, എന്തുകൂടെ വേണം? സത്യം കൊണ്ട്, ഹക്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് കൊണ്ട്. സത്യം കൊണ്ട് എന്നുള്ള ഉദ്ദേശം വിശുദ്ധ ദീനിന്റെ പ്രബോധനം. ക്ഷമ കൊണ്ടും പരസ്പരം വസിയത്ത് ചെയ്യുകയും ചെയ്തവരൊഴികെ. അപ്പോൾ പരസ്പരം ഉപദേശിക്കുക, പരസ്പരം നന്മ ഉപദേശിച്ചു കൊടുക്കല്. അള്ളാഹു പറയുന്നു അത് ചെയ്യാത്തവരൊക്കെ നഷ്ടത്തിലാണെന്ന്, മനുഷ്യർ തീരാ നഷ്ടത്തിലാണ് എന്ന് അള്ളാഹു പറയുന്ന സഹോദരങ്ങളെ ചിന്തിക്കുക. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞതിനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക, നന്മ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നാം ശ്രമിക്കുക, നല്ലതിനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നാം ശ്രമിക്കുക. ദീനീ പ്രബോധന പ്രവർത്തന രംഗങ്ങളിൽ നമ്മളാൽ കഴിയുന്ന രീതിയിൽ എത്തിച്ചു കൊടുക്കുക. സഹോദരങ്ങളെ, അസർ സൂറത്താണത്. 177-ാമത്തെ ഹദീസ്, സയ്യിദ് ഇബ്നു ഖാലിദ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു യോദ്ധാവിനെ തയ്യാറാക്കി അയച്ചവൻ പ്രതിഫലത്തിൽ യോദ്ധാവിന് തുല്യനാണ്. യോദ്ധാവിന്റെ കുടുംബത്തിന് നന്മ ചെയ്തുകൊണ്ട് പ്രതിനിധിയായവനും പ്രതിഫലത്തിൽ യോദ്ധാവിന് തുല്യമാണ്. ബുഖാരി 6:36-37, മുസ്ലിം 1895 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു നിവേദനം, ബനൂ ലിഹ്യാൻ ഗോത്രക്കാരിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഘത്തെ പറഞ്ഞയച്ചു. ഓരോ 2 പേരിൽ നിന്നും ഒരാൾ വീതം യുദ്ധത്തിന് പുറപ്പെടണം. പ്രതിഫലം 2 പേർക്കും സമമായിരിക്കും എന്നായിരുന്നു അവർക്ക് നൽകിയ സന്ദേശം. മുസ്ലിം 1896 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം, ഹജ്ജത്തുൽ വിദായിൽ മദീനയുടെ സമീപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദായിൽ മദീനയുടെ സമീപം റവാ എന്ന് പറഞ്ഞ സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാഹന സംഘത്തെ കണ്ടുമുട്ടി. നിങ്ങൾ ആരാണെന്ന് അവിടുന്ന് ചോദിച്ചപ്പോൾ അവർ തങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞു. താങ്കൾ ആരാണെന്ന് അവർ തിരിച്ചു ചോദിച്ചു. അള്ളാഹുവിന്റെ റസൂലാണ് ഞാനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിവചിച്ചു. അപ്പോൾ അവരിൽ നിന്നൊരു സ്ത്രീ കുട്ടിയെ പൊക്കി കാണിച്ച് ഈ കുട്ടിക്ക് ഹജ്ജുണ്ടോ എന്ന് ചോദിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, അതിന്റെ പ്രതിഫലം നിനക്കുമുണ്ട്. മുസ്ലിം 1336. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിർദ്ദേശാനുസരണം ധനം ചെലവഴിക്കുകയും സമ്പൂർണമായി മനസംതൃപ്തിയോടെ കൊടുക്കുകയും ചെയ്യുന്ന വിശ്വസ്തനും മുസ്ലിമുമായ ഖജാൻജി അഥവാ ട്രഷററെ, പണസൂക്ഷിപ്പുകാരനെ ധർമ്മിഷ്ഠരിൽപ്പെട്ടവനാണ്. ധർമ്മിഷ്ഠന്റെ പ്രതിഫലം ലഭിക്കും, അഥവാ ധർമ്മിഷ്ഠന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് സാരം. ബുഖാരി 3240, മുസ്ലിം 1023 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ, ചിന്തിക്കുക. പരസ്പരം ഇബാദത്തിന്റെ കാര്യത്തിൽ പരസ്പരം സഹായിച്ചാൽ, പുണ്യകർമ്മങ്ങളുടെ കാര്യത്തിൽ പരസ്പരം സഹായിച്ചാൽ അതുപോലുള്ള ചെയ്യുന്നവനെ പോലുള്ള പ്രതിഫലം നമുക്കുണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസുകളിലൂടെ നമുക്ക് വെളിവാക്കി തരുകയാണ്. അതുകൊണ്ട് പുണ്യകർമ്മങ്ങൾ ചെയ്യുന്ന കാര്യത്തിലൊക്കെ സഹായിക്കുക, പരസ്പരം സഹായിക്കുക. സഹോദരങ്ങളെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹായിക്കുക. ആ സഹായങ്ങൾ അദ്ദേഹം ചെയ്യുന്നതിന് പോലുള്ള പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണെന്ന് ആരംഭ നബിയുനാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അടുത്തത് അധ്യായം 22 ഗുണകാംക്ഷയെ കുറിച്ച് പറയുന്ന ബാബാണ്. അള്ളാഹു പറയുന്നു, നിശ്ചയം സത്യവിശ്വാസികൾ സഹോദരന്മാരാണ്. ഗുജറാത്ത് സൂറത്തിലെ 10-ാമത്തെ ആയത്ത് നൂഹ് നബിയെ ഉദ്ധരിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞു, ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നു. അൽ അറാഫ് 62. നൂഹ് നബിയെ ഉദ്ധരിച്ചുകൊണ്ട് വീണ്ടും പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തനായ ഗുണകാംക്ഷിയാണ്, ഉപദേശകനാണ്. അൽ അറാഫ് 68. തമീം ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിശ്ചയം ദീൻ ഗുണകാംക്ഷയാണ്. ദീന് പരസ്പര സഹായമാണ്. ആരോടുള്ള ഗുണകാംക്ഷ എന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിനോടും അവന്റെ കിതാബിനോടും റസൂലിനോടും മുസ്ലിം നേതാക്കളോടും സാധാരണക്കാരോടും. മുസ്ലിം 55. അതായത് ആരോടൊക്കെ ഗുണകാംക്ഷ വേണം? ദീൻ ഗുണകാംക്ഷയാണ്. ആരോടുള്ള ഗുണകാംക്ഷ എന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദ്യം അള്ളാഹുവിനോടുള്ള ഗുണകാംക്ഷ, അവന്റെ കിതാബിനോടുള്ള ഗുണകാംക്ഷ, പിന്നെ റസൂലിനോടുള്ള ഗുണകാംക്ഷ, പിന്നെ മുസ്ലിം നേതാക്കളോടുള്ള ഗുണകാംക്ഷ, പിന്നെ സാധാരണക്കാരോടുള്ള ഗുണകാംക്ഷ. അതാണ് ഏറ്റവും വിശുദ്ധ ദീനെന്ന് ആരംഭ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മുസ്ലിം 55 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു.
ജരീർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എല്ലാ മുസ്ലിമിനും ഗുണകാംക്ഷിക്കാമെന്നും സക്കാത്ത് കൊടുത്തുകൊള്ളാമെന്നും നിസ്കാരം എല്ലാ മുസ്ലിമിനും ഗുണം കാംക്ഷിക്കാമെന്നും സകാത്ത് കൊടുത്തുകൊള്ളാമെന്നും നിസ്കാരം യഥാവിധി നിർവഹിച്ചു കൊള്ളാമെന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ ബൈഅത്ത് ചെയ്തിട്ടുണ്ട്, അഥവാ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ബുഖാരി 1:128, 129, 13, 167, മുസ്ലിം 56. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തനിക്ക് ഇഷ്ടപ്പെടുന്നതെന്തും തന്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങൾ യഥാർത്ഥ വിശ്വാസിയാകുകയുമില്ല. തനിക്കിഷ്ടപ്പെടുന്നതെന്തും തന്റെ സഹോദരൻ ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളെല്ലാവരും യഥാർത്ഥ വിശ്വാസിയാവുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു. ബുഖാരി 1:53, 54, മുസ്ലിം 45. ഇവിടെ സഹോദരന്മാരെന്ന് പറയുന്നത് സ്വന്തം പിതാക്കന്മാരുടെ സഹോദരന്മാരല്ല കേട്ടോ. മുസ്ലിങ്ങളെ മൊത്തം ഉദ്ദേശിച്ചാണ് സഹോദരന്മാരെന്ന് പറയുന്നത്. സഹോദരങ്ങളെ ചിന്തിക്കുക, സഹോദരങ്ങളെ ചിന്തിക്കുക, സഹോദരങ്ങളെ ചിന്തിക്കുക. തനിക്ക് ഇഷ്ടപ്പെടുന്നത് സ്വന്തം സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങൾ യഥാർത്ഥ വിശ്വാസിയാകുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പരസ്പരമുള്ള സഹായം, പരസ്പരമുള്ള സഹകരണം, പരസ്പരമുള്ള പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ വളരെയേറെ സ്വീകാര്യമാണ്. അടുത്തത് അധ്യായം 23. നന്മ കൽപ്പിക്കണം, തിന്മ നിരോധിക്കണം. ഞാൻ ഇന്നലെ കുഞ്ഞാതൊക്കെ ആയിട്ട് നിങ്ങളോട് പറഞ്ഞിരുന്നു നന്മയെ തിന്മകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതിന്റെ ബാധ്യതകളെ കുറിച്ച്. എന്നാൽ അതേക്കുറിച്ചുള്ള ഒരു ബാബ് തന്നെ ഇതാ വന്നിരിക്കുന്നു. സഹോദരങ്ങളെ, അള്ളാഹു പറഞ്ഞു, നന്മയിലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മങ്ങൾ കൽപ്പിക്കുകയും ചീത്ത കാര്യങ്ങൾ നിരോധിക്കുകയും ചെയ്യുക. ഒരു വിഭാഗം നിങ്ങളിൽ ഉണ്ടാവണം, അവരത്രേ വിജയികൾ. നന്മയിലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മങ്ങൾ കൽപ്പിക്കുകയും ചീത്ത കാര്യങ്ങൾ നിരോധിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം നിങ്ങളിൽ ഉണ്ടാവണം, അവരത്രേ വിജയികൾ. ആൽ ഇംറാൻ 104-ാമത്തെ ആയത്ത്. ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഉത്തമ സമുദായമാണ് നിങ്ങൾ. നന്മ കൽപ്പിക്കുകയും തിന്മ നിരോധിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ. ആൽ ഇംറാൻ 110. നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുകയും നല്ലത് കൽപ്പിക്കുകയും വിവരമില്ലാത്തവരിൽ നിന്ന് പിന്തിരിയുകയും ചെയ്യുക. അയറാഫ് 199. സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും പരസ്പരം സഹായികളാണ്. അവർ നല്ലത് കൽപ്പിക്കുകയും ചീത്ത നിരോധിക്കുകയും ചെയ്യും. തൗബ 71. ഈസാ നബി അലൈഹിസ്സലാമും ദാവൂദ് നബി അലൈഹിസ്സലാമും മുഖേന ഇസ്രായേലിലുള്ള വിശ്വാസികൾ ശപിക്കപ്പെട്ടിരിക്കുന്നു. അവർ അനുസരണക്കേട് കാണിക്കുകയും പരിധി വിടുകയും ചെയ്തതിനാലാണിത്. അവർ ചെയ്തുകൊണ്ടിരുന്ന ചീത്ത കാര്യങ്ങൾ പരസ്പരം നിരോധിച്ചിരുന്നുമില്ല. അവരുടെ പ്രവൃത്തി എത്ര നീചം. മാഇദ 78-ാമത്തെ ആയത്ത്. നബിയെ, താങ്കൾ പറയുക, സത്യം അല്ലാഹുവിൽ നിന്നുള്ളതാണ്. അതിൽ വിശ്വസിക്കുന്നവർ വിശ്വസിക്കുകയും നിഷേധിക്കുന്നവർ നിഷേധിക്കുകയും ചെയ്യട്ടെ. കഹ്ഫ് സൂറത്ത് 29-ാമത്തെ ആയത്ത്. നബിയെ, താങ്കളോട് കൽപ്പിച്ച കാര്യം പരസ്യമായി പ്രഖ്യാപിക്കുക. ഹിജർ 94-ാമത്തെ ആയത്ത്. തിന്മയെ നിരോധിക്കുന്നത് വരെ നാം രക്ഷപ്പെടുകയും അക്രമികളെ അവരുടെ തെറ്റായ തിന്മയെ നിരോധിക്കുന്നതുവരെ നാം രക്ഷപ്പെടുത്തുകയും അക്രമികളെ അവരുടെ തെറ്റായ പ്രവർത്തനങ്ങൾ കാരണം കഠിനമായി ശിക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. അഅറാഫ് 165. സഹോദരങ്ങളെ, തിന്മയെ കുറിച്ച് തിന്മ നിരോധിക്കുന്നവരായിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ അള്ളാഹു രക്ഷപ്പെടുത്തുമെന്നാണ് ഈ ആയത്തിലൂടെ പറയുന്നത്. അക്രമികളെ അവരുടെ തെറ്റായ പ്രവർത്തനം കാരണം കഠിനമായി ശിക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് ഒരാൾ ഒരു തിന്മ കാണുമ്പോൾ അത് വിരോധിക്കാൻ വേണ്ടി പറയുന്നുവെങ്കിൽ അവനെ അള്ളാഹു സുബ്ഹാനഹു തആല രക്ഷപ്പെടുത്തും. എന്നാൽ അത് ചെയ്യുന്ന ഒരു സമൂഹമുണ്ടെങ്കിൽ അവരെ കഠിനമായി ശിക്ഷിക്കുകയും ചെയ്യുമെന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ വ്യക്തമാക്കുന്നു. സഹോദരങ്ങളെ, ഇത്തരമായി വിഷയമായിട്ട് വേറെയും ഒരുപാട് ആയത്തുകളുണ്ട്. ഇനി നമുക്ക് ഹദീസിലേക്ക് പ്രവേശിക്കാം. 184-ാമത്തെ ഹദീസ്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു നിവേദനം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, നിങ്ങളിൽ ആരെങ്കിലും നിഷിദ്ധ കാര്യം കണ്ടാൽ കൈകൊണ്ടതിനെ തടഞ്ഞുകൊള്ളുക. അതിന് സാധ്യമല്ലെങ്കിൽ നാക്കുകൊണ്ട് അതിൽ നിന്നും വിരോധിക്കാൻ, അതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ നിങ്ങൾ പറയുക. അതിനും കഴിഞ്ഞില്ലെങ്കിൽ മനസ്സുകൊണ്ട് വെറുക്കുകയെങ്കിലും ചെയ്യുക. ഈമാനിന്റെ ഏറ്റവും താഴ്ന്ന പദവിയാണിത്. മുസ്ലിം 49. സഹോദരങ്ങളെ, ചിന്തിക്കുക, ഒരു തെറ്റെങ്ങാനും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കൈകൊണ്ട് അതിനെ തടഞ്ഞുകൊള്ളുക. ആ തെറ്റ് ചെയ്യുന്ന ആളുകളെ
നിങ്ങൾ കൈകൊണ്ട് തടയാൻ ശ്രമിക്കുക. നിങ്ങളെ കൈകൊണ്ട് തടയാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങളുടെ വാക്കുകൾ കൊണ്ട്, ചിലപ്പോൾ പറഞ്ഞുകൊണ്ട് തീർക്കാൻ പറ്റുന്ന പ്രശ്നമാണെങ്കിൽ പറഞ്ഞുകൊണ്ട് തീർത്തുകൊണ്ട് ആ തെറ്റിലേക്ക് അല്ലെങ്കിൽ ആ തെറ്റിലേക്ക് പോകുന്നത് നിങ്ങൾ വായ കൊണ്ട് തടയുക. പറഞ്ഞുകൊണ്ട് ആ തെറ്റിൽ ചെയ്യല്ല മോനെ, അത് ചെയ്യല്ല, അതിന്നതാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ വായ കൊണ്ടും അതിൽ നിന്നും അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുക. നിങ്ങളുടെ അടുത്ത സുഹൃത്താണ് എങ്കിൽ ഒരു പക്ഷേ ഒരു തെറ്റായ കാര്യത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തെ കൈകൊണ്ട് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാം. നിങ്ങൾക്ക് അദ്ദേഹത്തെ അതിൽ നിന്നും ആ തെറ്റിലേക്ക് പോകാതെ അവനെ പിടിച്ചു വെക്കാൻ സാധിക്കും. അതിന് നിങ്ങൾക്ക് സാധിക്കില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അവനെ ഉപദേശിക്കുക. അവരെ എന്ന് മാത്രമല്ല, സമൂഹത്തിൽ എന്ത് കണ്ടാലും ഇനി അതിനും നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ മനസ്സുകൊണ്ട് നിങ്ങൾ ആ പ്രവർത്തനത്തെ അങ്ങ് വെറുക്കുക. മനസ്സുകൊണ്ടാണ് വെറുക്കുക. അതെങ്കിലും നിങ്ങൾ ചെയ്യണമെന്ന് ആരംഭ നബിയുനാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം, എന്റെ മുമ്പ് അള്ളാഹു നിയോഗിച്ചയച്ച എല്ലാ നബിമാർക്കും അവരുടെ സമുദായത്തിൽ നിഷ്കളങ്കരായ ആത്മമിത്രങ്ങളും തന്റെ ചര്യ പിൻപറ്റുന്നവരായ അനുചരന്മാരും ആജ്ഞാനുവർത്തികളും ഉണ്ടായിരുന്നു. അവർക്ക് ശേഷം അവർ പ്രവർത്തിക്കാത്തത് പറയുകയും കൽപ്പിക്കാത്തത് ചെയ്യുകയും ചെയ്യുന്ന നാശകാരികളായ വിഭാഗങ്ങൾ പകരം വരും. അവരോട് കൈകൊണ്ട് ധർമ്മയുദ്ധം നടത്തുന്നവർ യഥാർത്ഥ വിശ്വാസിയാണ്. അവരോട് മനസ്സുകൊണ്ട് ജിഹാദ് നടത്തുന്നവനും വിശ്വാസിയാണ്. അവരോട് നാക്കുകൊണ്ട് ജിഹാദ് ചെയ്യുന്നവനും വിശ്വാസിയാണ്. അതിനപ്പുറം കടുകുമണിയുടെ അത്ര പോലും ഈമാനില്ല. മുസ്ലിം 50. സഹോദരങ്ങളെ ചിന്തിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലൊക്കെ ആരെങ്കിലൊക്കെ കളവ് കെട്ടി പറയുമ്പോൾ അതിനൊക്കെ എതിർക്കുന്നവർക്ക് അള്ളാഹു പറയുന്നിതാ, അതിനെ അവരോട് കൈകൊണ്ട് ധർമ്മയുദ്ധം നടത്തുന്നവർ യഥാർത്ഥ വിശ്വാസിയാണ്. അവരോട് മനസ്സുകൊണ്ട് ജിഹാദ് നടത്തുന്നവരും വിശ്വാസിയാണ്. അവരോട് നാക്കുകൊണ്ട് ജിഹാദ് ചെയ്യുന്നവനും വിശ്വാസിയാണ്. അതിനപ്പുറം കടകുമണിയത്തിന്റെ അത്ര പോലും ഈമാനില്ല. അപ്പോൾ ഈ 3 പ്രവൃത്തിയിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യാതിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ സൂക്ഷിച്ചോ, അവർക്ക് ഈമാനില്ല എന്ന് ആരംഭ നബിയുനാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദീനിനെ കളവാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ആരെങ്കിലൊക്കെ മുൻപോട്ട് വരുമ്പോൾ അവരെതിർക്കാതിരിക്കുന്നത് ഈമാനില്ല എന്നാണ്. കടുകുമണിയുടെ ഈമാൻ പോലുമില്ല. അവരെ എതിർക്കുകയാണെങ്കിൽ അവർ വിശ്വാസികളാണെന്ന് ആരംഭ നബിയുനാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ പറയുന്നു. സഹോദരങ്ങളെ ചിന്തിക്കുക. ഇബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു നിവേദനം, ദാരിദ്ര്യത്തിലും സമ്പന്നതയിലും സന്തോഷത്തിലും വെറുപ്പുള്ള അവസരത്തിലും ഭരണകർത്താക്കളെ ഞങ്ങൾ അനുസരിച്ചു കൊള്ളാം. അനർഹരാണ് തെരഞ്ഞെടുക്കപ്പെടുന്നതെങ്കിലും അല്ലാഹുവിൽ നിന്നുള്ള വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ കുഫ്ർ സത്യനിഷേധമാണെന്ന് ബോധ്യപ്പെട്ടാൽ അല്ലാതെ ഭരണകാര്യങ്ങളിൽ അധികാരികളെ ഞങ്ങൾ എതിർക്കുന്നതല്ല. ഞങ്ങൾ എവിടെയായിരുന്നാലും അല്ലാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ ആരുടെയും ആക്ഷേപം ഞങ്ങൾ ഭയപ്പെടുകയില്ല. അവരുടെ കൽപ്പനകൾ ഞങ്ങൾ കേട്ടനുസരിച്ചു കൊള്ളാം. എന്നീ കാര്യങ്ങൾ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഉടമ്പടി ചെയ്തിട്ടുണ്ട്. ബുഖാരി 13:5-167. മുസ്ലിമിനും ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിക്കുന്നവന്റെയും അത് ലംഘിക്കുന്നവന്റെയും ഉദാഹരണം നറുക്കെടുപ്പിലൂടെ കപ്പലിന്റെ മുകൾ തട്ടിലും താഴെ തട്ടിലുമായി യാത്ര ചെയ്യേണ്ടി വന്ന ജനങ്ങളെ പോലെയാണ്. താഴെയുള്ളവർക്ക് വെള്ളം ആവശ്യമായി വരുമ്പോൾ അതെടുക്കാൻ മുകളിലുള്ളവരുടെ ഇടയിലൂടെ നടക്കേണ്ടി വരുന്നു. ഇത് ഒഴിവാക്കാൻ അവരൊരു ഉപായം കണ്ടെത്തി. അവർ പറഞ്ഞു, നമ്മുടെ തൊട്ടടുത്ത് വെള്ളമുണ്ട്, ഇവിടെ ഒരു ദ്വാരമുണ്ടാക്കിയാൽ മുകളിലുള്ളവരെ ശല്യപ്പെടുത്താതിരിക്കാമല്ലോ. മുകളിലുള്ളവർ താഴെയുള്ളവരെ ഈ തീരുമാനമനുസരിച്ച് പ്രവർത്തിക്കാൻ അനുവദിച്ചാൽ സർവനാശമാണ് സംഭവിക്കുക. അവർ ഇവരെ ആ വിഡ്ഢിത്തത്തിൽ നിന്ന് തടഞ്ഞാലോ എല്ലാവർക്കും രക്ഷപ്പെടുകയും ചെയ്യാം. സഹോദരങ്ങളെ, എത്ര മനോഹരമായ ഉപമ ചിന്തിക്കുക. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിക്കുന്നതിന്റെയും അത് ലംഘിക്കുന്നവന്റെയും ഉദാഹരണം കപ്പലിന്റെ മുകൾ തട്ടിലും താഴ്ത്തട്ടിലുമായി യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ ഉദാഹരണമായിട്ട് അല്ലാഹുവിന്റെ റസൂല് നമ്മോട് പറയുന്നു. സഹോദരങ്ങളെ, താഴെയുള്ളവർ വെള്ളമെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ തൊട്ടടുത്ത് വെള്ളമുണ്ട്, അതുകൊണ്ട് നമ്മൾ ദ്വാരണ്ടാക്കാമെന്ന് പറഞ്ഞ് ദ്വാരണ്ടാക്കിയാൽ എന്തായിരിക്കും അവസ്ഥ?
മുകളിലുള്ളവരും താഴെയുള്ളവരും ഒരുപോലെ നശിച്ചു പോകില്ലേ? എന്നാൽ അതുപോലെ തന്നെയാണ് തിന്മ കണ്ടിട്ട് ആ തിന്മയെ നിങ്ങൾ വിരോധിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ലെങ്കിൽ, നല്ലവരായിരിക്കുന്ന ജനങ്ങളെ, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ജനങ്ങളെ, നിങ്ങൾക്കും നാശം തന്നെയാണെന്ന് ആരംഭ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. സഹോദരങ്ങളെ, ചിന്തിക്കുക. അതുകൊണ്ട് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക. തിന്മ കണ്ടാൽ അതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. അത് തിന്മയാണ്, അത് ചെയ്യാൻ പാടില്ലാത്തതാണ്, അത് ദീനിൽ തെളിവില്ലാത്ത കാര്യമാണ്. ദീനിൽ തെളിവില്ലാത്ത കാര്യങ്ങള് ദീനിലില്ലാത്ത കാര്യങ്ങളാണ്, ദീനിന്റെ പേരിൽ കെട്ടിച്ചമച്ചതാണ്. ദീനിന് തെറ്റായ പ്രവർത്തനമാണ്, ദീൻ കൊണ്ടത് തെറ്റായ പ്രവർത്തനമാണ്. ഇങ്ങനെ നമ്മൾ അറിഞ്ഞതിന് മറ്റുള്ളവരിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുക, മറ്റുള്ളവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അവൻ നന്നാവേണ്ടത് അവന്റെ ബാധ്യത. പക്ഷേ നമ്മൾ നമ്മളുടെ ബാധ്യത നിർവഹിക്കുക. പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യതയുണ്ടല്ലോ, അത് നമ്മൾ നിർവഹിച്ചു കൊള്ളുക. അതിന് നമ്മൾ ആരെയും ഭയപ്പെടേണ്ടതില്ല. കാരണം ഒരു പക്ഷേ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് അവൻ നമ്മോട് ശത്രുത പുലർത്തിയേക്കാം, പ്രശ്നമാക്കേണ്ട. അവൻ നമ്മളെ കളിയാക്കിയേക്കാം, പ്രശ്നമാക്കേണ്ട. കാരണം അള്ളാഹുവിന് വേണ്ടിയാണ് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. വേണമെങ്കിൽ സ്വീകരിക്കട്ടെ, വേണ്ടെങ്കിൽ സ്വീകരിക്കണ്ട. നമുക്കറിയാലോ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔനോട് എത്രയോ പ്രാവശ്യം പറഞ്ഞു ശുദ്ധ ദീനിലേക്ക് കടന്നു വരാൻ. എന്നിട്ട് വിശുദ്ധമായിരിക്കുന്ന ദീനിലേക്ക് വന്നു. അള്ളാഹുവിൽ വിശ്വസിച്ചോ? ഇല്ലല്ലോ. അതുകൊണ്ട് മൂസാ നബിക്കൊന്നും നഷ്ടപ്പെട്ടില്ല. പകരം ആർക്കാണ് നഷ്ടപ്പെട്ടത്? ഫിർഔനാണ് നഷ്ടപ്പെട്ടത്. ധിക്കാരിയായിരുന്നിട്ടും ഫിർഔനാണ് നഷ്ടപ്പെട്ടത്. അതല്ലാതെ ഒരിക്കലും മൂസാ നബി അലൈഹി ഇസ്ലാമിന് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് മൂസാ നബി അലൈഹി ഇസ്ലാം തന്റെ പ്രബോധനം നിർത്തിയതുമില്ല. ഫിർഔന് കേൾക്കുന്നില്ല എന്ന് കരുതി മൂസാ നബി അലൈഹി ഇസ്ലാം തന്റെ പ്രബോധനം നിർത്തിവെച്ചോ? ഇല്ലല്ലോ. അതുപോലെ സഹോദരങ്ങളെ, നമ്മൾ നന്മ പറഞ്ഞു കൊടുക്കുക. തന്റെ സഹോദരൻ കേട്ടാലും കേട്ടില്ലെങ്കിലും ശരി, നമ്മൾ നമ്മുടെ ദൗത്യം നിർവഹിക്കുക. അങ്ങനെ ദൗത്യം നിർവഹിച്ചു കൊണ്ടേയിരിക്കുക. ഉമ്മു സലമ അഥവാ ഹിന്ദ് റളിയല്ലാഹു അൻഹ നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹധർമ്മിണിയാണിവർ. അംഗീകരിക്കാവുന്ന കാര്യങ്ങളും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളും കൽപ്പിക്കുന്ന ഭരണകർത്താക്കൾ നിങ്ങളിൽ നിയോഗിക്കപ്പെടും. അവരോട് വെറുപ്പ് പ്രകടിപ്പിച്ചവൻ നിരപരാധിയാണ്. എതിർപ്പ് കാണിച്ചവൻ രക്ഷ പ്രാപിച്ചവനായി എന്നൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ സഹാബികൾ ചോദിച്ചു, അല്ലാഹുവിന്റെ ദൂതരെ, അവരെ തൃപ്തിപ്പെടുകയും അനുഗമിക്കുകയും ചെയ്യുന്നവരുണ്ടല്ലോ, ഞങ്ങൾ അവരോട് യുദ്ധം ചെയ്യട്ടെയോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ നിസ്കാരം നിർവഹിക്കുന്ന കാലത്തോളം അത് പാടില്ല. മുസ്ലിം 1854 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഉമ്മുൽ ഹക്കം റളിയല്ലാഹു അൻഹു സൈനബ അഥവാ സൈനബ സത്യവിശ്വാസികളുടെ മാതാവ് നിവേദനം എന്നറിയപ്പെടുന്ന സൈനബ ഉമ്മുൽ ഹക്കം റളിയല്ലാഹു അൻഹ നിവേദനം, ഒരിക്കൽ ഭയവിഹ്വലനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ സമീപിച്ചു പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആഹോ കഷ്ടം, അറബികൾക്ക് വലിയ നാശം ആസന്നമായിരിക്കുന്നു. എന്നിട്ട് അവിടുന്ന് തള്ളവിരലും ചൂണ്ടുവിരലും ചേർത്ത് ഒരു വളയമുണ്ടാക്കി കാണിച്ചുകൊണ്ട് തുടർന്നു, ഇന്ന് യഅജൂജ് മഅജൂജിന്റെ മതിൽക്കെട്ടിൽ ഇത്ര തുറക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, നമ്മളിൽ സജ്ജനങ്ങൾ ഉണ്ടായിരിക്കെ നമുക്ക് നാശം സംഭവിക്കുമോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പാപങ്ങൾ വർദ്ധിച്ചാൽ നശിക്കും. ബുഖാരി 13:9, മുസ്ലിം 2880. സഹോദരങ്ങളെ, ചിന്തിക്കുക. പാപങ്ങൾ വർദ്ധിക്കുമ്പോൾ നാശമുണ്ടാകുമെന്ന് ആരംഭ നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ ആലോചിക്കാറില്ലേ, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ എന്തുകൊണ്ടാണ് നാശങ്ങൾ സംഭവിക്കുന്നത്? നിങ്ങൾ അവിടുത്തെ ചരിത്രങ്ങൾ പരിശോധിച്ചു നോക്കൂ സഹോദരങ്ങളെ. ഇസ്ലാമിന്റെ രാജ്യമായിട്ടും ഇസ്ലാമിക രാഷ്ട്രമായിട്ടും എത്രയോ ജനങ്ങള് അവിടെ അനിസ്ലാമികമായ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. അവിടെയൊക്കെ നാശങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പാപങ്ങൾ വർദ്ധിച്ചാൽ നാശം സംഭവിക്കുമെന്ന് ആരംഭ നബിയുനാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു നിവേദനം,
നിങ്ങൾ വഴികളിൽ ഇരിക്കുന്നത് ശ്രദ്ധിക്കണം എന്നൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അവിടുന്ന് അനുചരർ ചോദിച്ചു, സഹാബാക്കൾ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, പല കാര്യങ്ങളും ചർച്ച ചെയ്യാൻ ഞങ്ങൾ അവിടെ ഇരിക്കാതെ കഴിയില്ലല്ലോ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് അവിടെ ഇരിക്കാതിരിക്കാൻ പറ്റില്ലെങ്കിൽ വഴിയോടുള്ള ബാധ്യത നിർവഹിക്കണം. സഹാബികൾ ചോദിച്ചു, വഴിയോടുള്ള ബാധ്യത എന്താണ് റസൂലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കണ്ണു ചിമ്മുക, ഉപദ്രവങ്ങൾ നീക്കുക, സലാം അടക്കുക, നല്ലത് കൽപ്പിക്കുകയും തിന്മ നിരോധിക്കുകയും ചെയ്യുക. ബുഖാരി 581, മുസ്ലിം 2121 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ, ചിന്തിക്കുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളുടെ കയ്യിൽ ഒരു സ്വർണ്ണമോതിരം കണ്ടു. ഉടനെ അവിടുന്ന് അത് ഊരിയെടുത്ത് വലിച്ചെറിഞ്ഞ് എന്നിട്ട് സ്വന്തം കയ്യിൽ ഒരു തീക്കനലെടുത്ത് വെക്കാൻ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയ ശേഷം അയാളോട് പറഞ്ഞു, അത് സ്വർണ്ണമോതിരമല്ലേ, എടുത്ത് എന്തെങ്കിലും ഉപയോഗം നടത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അയാളുടെ പ്രതികരണം, ഇല്ല, ഞാൻ അത് ചെയ്യില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിച്ചെറിച്ചൊരു സാധനം ഞാൻ എടുക്കില്ല, തീർച്ച അത് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. മുസ്ലിം 2090 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ, ചിന്തിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിച്ചെറിഞ്ഞ ഒരു സാധനം അത് ഒരിക്കലും ഞാൻ എടുക്കില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരരെ അത്രത്തോളം ഈമാനിക ശക്തി, അത്രത്തോളം റസൂലിനോടുള്ള സ്നേഹമുണ്ട് ഇവർക്ക്. സ്വർണം ധരിച്ചതിന് പേരിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഊരി വലിച്ചെറിഞ്ഞത്. സ്വർണം ഒരു തീക്കണലാണെന്ന് പറഞ്ഞുകൊണ്ട് അത് ഊരി വലിച്ചെറിഞ്ഞത്. സഹോദരങ്ങളെ, ചിന്തിക്കുക. അബൂ സഈദ് ഹസൻ അൽ ബസ്രി റളിയല്ലാഹു അൻഹു നിവേദനം, ആയിഷ റളിയല്ലാഹു അൻഹു ഉബൈദുല്ലാഹ് ഇബ്നു സഈദിനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, കുഞ്ഞുമോനെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഭരണകർത്താക്കളിൽ ദുഷിച്ചവര് പ്രജകളോട് മമതയില്ലാത്ത ക്രൂരന്മാരാണ്, നീ അങ്ങനെയായി പോകുന്നത് സൂക്ഷിക്കണം. അപ്പോൾ ഉബൈദുല്ലാഹ് റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹു ഇരിക്കാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽ വില കുറഞ്ഞവനായിരിക്കുന്ന ഉമിയല്ലേ എന്ന് പറഞ്ഞു എന്ന് ചോദിച്ചു. ഉമി അഥവാ നിസാരൻ എന്ന പ്രയോഗത്തില് ചോദിച്ചു. അവരുടെ ശേഷമുള്ളവരിലും ഇതര സമുദായത്തിലുമല്ലേ എന്നായിരുന്നു ഇതിന് ആയിഷ റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യുത്തരം. മുസ്ലിം 1830. ഹുദൈഫ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ആത്മാവ് ആരുടെ നിയന്ത്രണത്തിലാണോ അവരെ തന്നെ സത്യം. നിങ്ങൾ നല്ല കാര്യം കൽപ്പിക്കുകയും ചീത്ത കാര്യങ്ങൾ നിരോധിക്കുകയും ചെയ്യണം, അല്ലെങ്കിൽ അള്ളാഹു നിങ്ങളിൽ കഠിന ശിക്ഷ ഏർപ്പെടുത്തും. പിന്നെ നിങ്ങൾ അവനോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. തിർമിദി 2170. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അധർമ്മിയായ ഭരണാധികാരിയുടെ മുമ്പിൽ നീതിയെപ്പറ്റി ഓർമ്മപ്പെടുത്തലാണ് ഏറ്റവും ശ്രേഷ്ഠമായ വിശുദ്ധ യുദ്ധം. സഹോദരങ്ങളെ, കേൾക്കുക. സഹോദരങ്ങളെ, ചിന്തിക്കുക. സഹോദരങ്ങളെ, ചിന്തിക്കുക. വാളെടുത്ത് വെട്ടലല്ല ഏറ്റവും വലിയ യുദ്ധം. എന്താ ഏറ്റവും വലിയ യുദ്ധം? എന്താ ഏറ്റവും വലിയ യുദ്ധം? കൈവെട്ടലല്ല സഹോദരങ്ങളെ, കൈവെട്ടലല്ല. ഏറ്റവും വലിയ യുദ്ധം എന്താണ്? അധർമ്മകാരിയായ ഭരണാധികാരിയുടെ മുമ്പിൽ നീതിയെപ്പറ്റി ഓർമ്മപ്പെടുത്തുക, നീതിയെപ്പറ്റി പറഞ്ഞു കൊടുക്കുക. ഇത് അനീതിയാണ് സഹോദര, ഇത് അനീതിയാണ് രാജാവേ. അതുകൊണ്ട് അത് പറയുന്നതിന്റെ പേര് നമ്മുടെ തല പോയേക്കാം. പക്ഷേ നമ്മൾ പറയേണ്ടത് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ രാജ്യത്തൊക്കെ അതാണ് ചെയ്യേണ്ടത് സഹോദരങ്ങളെ. എന്തെല്ലാം മാർഗമുണ്ട്, അല്ലാതെ വാളെടുത്തുകൊണ്ട് വെട്ടലല്ല കേട്ടോ ഇസ്ലാമിന്റെ മാർഗം. ഇതാധർമ്മയായ ഭരണാധികാരിയുടെ മുമ്പിൽ നീതിയെപ്പറ്റി ഓർമ്മപ്പെടുത്തലാണ് ഏറ്റവും ശ്രേഷ്ഠമായ വിശുദ്ധ യുദ്ധമെന്ന് ആരംഭ നബിയുനാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അബൂ ദാവൂദ് 4344 തിർമിദി 2175 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. താരിഖ് ഇബ്നു ശിഹാബ് റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തിന്റെ പുറത്ത് കയറാനുള്ള ചവിട്ടുപടിയിൽ കാൽ വെച്ചു. യാത്രത്തിന് തുടക്കാനായി നിൽക്കവേ ഒരാൾ ചോദിച്ചു, ഏറ്റവും ശ്രേഷ്ഠമായ വിശുദ്ധ യുദ്ധം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്രമിയായ ഭരണകർത്താവിന്റെ മുമ്പിൽ വെച്ച് നീതിയെക്കുറിച്ച് സംസാരിക്കലാണ്. നിസാ 761. വീണ്ടും അതേ ഹദീസ് തന്നെ വരുന്നു. സഹോദരങ്ങളെ, ചിന്തിക്കൂ. അക്രമിയായ ഭരണാധികാരിയെ വകവരുത്തലാണ്
കൈവെട്ടലാണെന്നല്ല ഇവിടെ പറഞ്ഞത്, അക്രമികാരിയായ ഭരണാധികാരിയുടെ കൈവെട്ടലാണെന്നല്ല പറഞ്ഞത്. അക്രമികാരിയായിരിക്കുന്ന ഭരണാധികാരിയുടെ മുമ്പില് നീതിയെക്കുറിച്ച് സംസാരിക്കലാണ് ഏറ്റവും വലിയ വിശുദ്ധ യുദ്ധമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നസായി സൂറത്തിൽ നസായി 7:163 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്രായേലിൽ ആദ്യം സംഭവിച്ച ന്യൂനത ഇപ്രകാരമായിരുന്നു. ഒരാൾ തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ ആദ്യം ചിലർ അയാളോട് പറയും, ഹേ മനുഷ്യ, അല്ലാഹുവിനെ സൂക്ഷിക്കുക, ഈ പാപം നീ ചെയ്യരുത്, അത് നിനക്ക് അനുവദനീയമല്ല. പിറ്റേ ദിവസവും അയാൾ അത് ആവർത്തിച്ചാൽ അവനെ ഉപദേശിക്കാതെ അവനോട് ഒന്നിച്ചിരിക്കുന്നതിനും അവനോടൊപ്പം തിന്നുന്നതിനും കുടിക്കുന്നതിനും അവർക്ക് ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. ഈ നില തുടർന്നപ്പോൾ അവരിൽ ചിലർ കാരണം മറ്റു ചിലരുടെ മനസ്സിനെ അള്ളാഹു മുദ്രണം ചെയ്തു കളഞ്ഞു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂക്തം ഓതി കേൾപ്പിച്ചു, ഇസ്രായേലിലെ അവിശ്വാസികളെ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെയും ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെയും നാവിലൂടെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. അവർ തെറ്റു ചെയ്തതും പരിധി ലംഘിച്ചതുമാണ് കാരണം. അവർ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് അന്യോന്യം നിരോധിച്ചിരുന്നില്ല. അവരുടെ പ്രവർത്തനം എത്ര നീചം! അവരധിക പേരും അവിശ്വാസികളെ മിത്രങ്ങളും കൈകാര്യകർത്താക്കളുമാക്കിയിരുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും. അവർക്ക് വേണ്ടി അവർ മുൻകൂറായി ചെയ്തു വെക്കുന്നത് എത്ര നീചം! അള്ളാഹു കോപിച്ച കാരണത്താൽ അവർക്ക് ശാശ്വതമായ ശിക്ഷയായിരിക്കും ലഭിക്കുക. യഥാർത്ഥത്തിൽ അവർ അള്ളാഹുവിനും നബിയിലും നബിക്ക് അവതരിക്കപ്പെട്ടതിലും വിശ്വസിച്ചിരുന്നെങ്കിൽ ഈ വിഭാഗത്തെ കൈകാര്യകർത്താക്കളും മിത്രങ്ങളുമായി വെക്കില്ലായിരുന്നു. പക്ഷെ അവരധികവും അനുസരണമില്ലാത്ത പാപികളായിരുന്നു. സഹോദരങ്ങളെ, ചിന്തിക്കുക. തിർമിദി റളിയല്ലാഹു അൻഹു വാക്കുകൾ ഇങ്ങനെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്രായേലിന് പാപങ്ങളിൽ മുഴുകിയപ്പോൾ പണ്ഡിതന്മാർ അതിനെ നിരോധിച്ചു. പക്ഷേ അവർ അതിൽ നിന്ന് പിന്മാറാതിരുന്നപ്പോൾ ആ പാപികളോടൊപ്പം സദസ്സുകളിൽ ഒന്നിച്ചിരിക്കാനും തിന്നുകയും കുടിക്കുകയും ചെയ്യാനും അവർ മടി കാണിച്ചില്ല. അപ്പോൾ അല്ലാഹു അവരിൽ ചിലരുടെ മനസ്സിനെ ദുർജനങ്ങളുടെ മനസ്സ് പോലെ ആക്കിക്കളഞ്ഞു. അങ്ങനെ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെയും ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെയും നാവിലൂടെ അല്ലാഹു അവരെ ശപിച്ചു. അവർ പാപം ചെയ്യുകയും പരിധി ലംഘിക്കുകയും ചെയ്തത് കൊണ്ടാണിത്. ഇങ്ങനെ പറഞ്ഞ ശേഷം ചാരി കിടക്കുകയായിരുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റിരുന്ന് പറഞ്ഞു, എന്റെ ആത്മാവ് ആരുടെ നിയന്ത്രണത്തിലാണോ അവൻ തന്നെ സത്യം. നിങ്ങളിവരെ സത്യത്തിന്റെ വലയത്തിനുള്ളിലാക്കണം. സഹോദരങ്ങളെ, ചിന്തിക്കുക. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സത്യവിശ്വാസികളെ, നിങ്ങൾ സ്വന്തം കാര്യം ശ്രദ്ധിച്ചു കൊള്ളുക. നിങ്ങൾ സന്മാർഗികളെങ്കിൽ വഴിപേച്ചവരുടെ ഉപദ്രവം നിങ്ങൾ കേൾക്കില്ല. മാഇദ 105 എന്ന ഖുർആൻ സൂക്തം നിങ്ങൾ ഓതാറുണ്ടല്ലോ എന്ന് ചോദിക്കുകയുണ്ടായി. നിശ്ചയം ഒരാൾ അക്രമം ചെയ്യുന്നത് കണ്ടിട്ട് ജനങ്ങൾ അവന്റെ കൈപിടിച്ച് തടയുന്നില്ലെങ്കിൽ ആ അക്രമി കാരണം അല്ലാഹുവിന്റെ ശിക്ഷ സർവ്വവ്യാപകമായേക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അബൂ ദാവൂദ് 4338, തിർമിദി 3051, 2169. സഹോദരങ്ങളെ ചിന്തിക്കുക. വാക്കും പ്രവൃത്തിയും പരസ്പര വിരുദ്ധമായാൽ അടുത്ത അധ്യായമാണ് അധ്യായം 24. വാക്കും പ്രവൃത്തിയും പരസ്പര വിരുദ്ധമായാൽ അഥവാ പറയുന്നത് ചെയ്യുന്നില്ലെങ്കിൽ സഹോദരങ്ങൾ അതിനെക്കുറിച്ച് പറയുന്ന ഭാഗമാണിത്. നല്ലത് കൽപ്പിക്കുകയും ചീത്ത തടയുകയും ചെയ്തിട്ടും വാക്കും പ്രവൃത്തിയും പരസ്പര വിരുദ്ധമായാലുള്ള കടുത്ത ശിക്ഷയെ കുറിച്ചാണ്. അല്ലാഹു പറഞ്ഞു, സ്വന്തം ശരീരങ്ങളെ മറന്നുകൊണ്ട് നിങ്ങൾ ജനങ്ങളോട് നന്മ ഉപദേശിക്കുകയാണോ? നിങ്ങൾ വേദഗ്രന്ഥം പാരായണം ചെയ്യുന്നുണ്ട്, എന്നിട്ടും അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? അൽ-ബഖറ 44. സത്യവിശ്വാസികളെ, നിങ്ങൾ ചെയ്യാത്തത് പറയുന്നത് അല്ലാഹുവിന് വലിയ കോപമുള്ള കാര്യമാണ്. സുഫ് 2:3. ശുഐബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ അല്ലാഹു ഉദ്ധരിച്ചു, ഞാൻ നിങ്ങളോട് നിരോധിക്കുന്ന കാര്യത്തിൽ നിങ്ങളിൽ നിന്ന് വ്യത്യസ്തനാവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഹൂദ് 88. ഉസാമത്ത് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അവസാന നാളിൽ ഒരാളെ കൊണ്ടുവന്ന് നരകത്തിലെറിയപ്പെടും. അവന്റെ വയറ്റിൽ നിന്ന് കുടലുകൾ പുറത്തു വരികയും
കഴുത ആസുകല്ല് ചുറ്റുന്നത് പോലെ ആ കുടനുമായി അവൻ ചുറ്റിത്തിരികയും ചെയ്യും. തത്സമയം നരകവാസികളിൽ അടുത്തുകൂടി അവനോട് ചോദിക്കും, നിനക്കെന്ത് പറ്റി? നീ നല്ല കാര്യങ്ങൾ കൽപ്പിക്കുകയും ചീത്ത കാര്യങ്ങൾ നിരോധിക്കുകയും ചെയ്തിരുന്നവനാണല്ലോ. അപ്പോൾ അവർ പറയും, നല്ലത് കൽപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ അത് ചെയ്തിരുന്നില്ല, തിന്മ നിരോധിച്ചിരുന്നെങ്കിലും അത് ഞാൻ പ്രവർത്തിച്ചിരുന്നില്ല. ബുഖാരി 6738, മുസ്ലിം 2989. സഹോദരങ്ങളെ ചിന്തിക്കുക. അതുകൊണ്ട് വയന്ന് പറയുന്ന മൗലവിമാരുണ്ടാകും നമ്മുടെ നാട്ടില്. സഹോദരങ്ങളെ, വലിയ വലിയ പ്രഭാഷണങ്ങൾ നടത്തുന്ന ആളുകളുണ്ട്, വലിയ വലിയ ഉപദേശങ്ങൾ നൽകുന്ന ആളുകളുണ്ട്. എന്നാൽ ചിന്തിക്കുക, അവരുടെ അവസ്ഥ എന്താണെന്ന് കണ്ടില്ലേ? വലിയ വലിയ ഉപദേശങ്ങൾ ചെയ്യുന്ന ആളുകള് അവരത് ചെയ്യുന്നില്ല എങ്കിൽ, അവർ ചെയ്യാത്തതാണ് നമ്മളോട് കൽപ്പിക്കുന്നതെങ്കിൽ, സഹോദരങ്ങളെ ചിന്തിക്കുക, ഇതാണ് അവസ്ഥ. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് മറ്റുള്ളവരോട് ചെയ്യാൻ വേണ്ടി പറയുക, നമ്മൾ പ്രവർത്തിക്കുന്നത് മറ്റുള്ളവരോട് പ്രവർത്തിക്കാൻ ആവശ്യപ്പെടുക. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? നമ്മൾ ആദ്യം നന്നാവുക, എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കുക. അതിനു വേണ്ടിയാകട്ടെ നമ്മുടെ പ്രവർത്തനം. സഹോദരങ്ങളെ ചിന്തിക്കുക, നന്മ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. നല്ലത് പ്രവർത്തിക്കുകയും നല്ലത് മറ്റുള്ളവരെ ഉപദേശിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരിക്കലും തന്നെ നന്മ പ്രവർത്തിക്കാതെ മറ്റുള്ളവരോട് നന്മ ഉപദേശിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ പെടുത്താതിരിക്കും ചെയ്യട്ടെ. അള്ളാഹുവിന്റെ ശിക്ഷ ഏറ്റുവാങ്ങുന്ന ഉപദേശകരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്താതിരിക്കട്ടെ. നല്ലത് പ്രവർത്തിക്കുകയും നല്ലത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ ഹദീസ് നമുക്ക് അവസാനിപ്പിക്കാം. നാളെ നമുക്ക് പറയാനുള്ളത് വിശ്വസ്തത പാലിക്കണം എന്ന് പറയുന്ന വിശ്വസ്തത പാലിക്കുന്നതിനെ കുറിച്ച് പറയുന്ന ബാബാണ്. സഹോദരങ്ങളെ ചിന്തിക്കുക. നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഒരുപാട് നമ്മൾ അറിഞ്ഞതൊന്നുമല്ല വിശുദ്ധ ദീൻ. ഇനിയും ഒരുപാട് അറിയാൻ കിടക്കുന്നു. സഹോദരങ്ങളെ ചിന്തിക്കുക. അറിവിന്റെ കേദാരങ്ങൾ തുറന്നു തരുമ്പോൾ, ആ അറിവിന്റെ വാതിലുകൾ തുറന്നു തരുമ്പോൾ, ആ വാതിലൂടെ നമ്മൾ വിജ്ഞാനത്തിന്റെ സാഗരങ്ങളിലേക്ക് പ്രവേശിക്കുക. അങ്ങനെ വിജ്ഞാനം നേടി അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കരസ്ഥമാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് സഹോദരങ്ങളെ, ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരോടും ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.